ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് തക്കാളി കൃഷിയാണ്. അതായത് നമ്മൾ എപ്പോഴും തക്കാളി തൈ നട്ട് അതിന് വെള്ളമൊക്കെ കൊടുത്ത് അത് വലുതായി വന്നാൽ പൂവിടൽ തുടങ്ങിയാൽ പൂ മൊത്തം കൊഴിഞ്ഞു പോവുകയാണ്, ഒന്നും കായായി മാറുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ തക്കാളി നന്നായി പിടിക്കാനും അത് കായായി മാറാനും നമ്മൾ നല്ല പരിചരണം വേണം. വെള്ളം അത്യാവശ്യമാണ്. വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ലാത്ത. വെള്ളം കൂടിയാൽ പെട്ടെന്ന് വേര് ചെയ്യും, കുറഞ്ഞാലാണെങ്കിൽ അതിൻ്റെ പൂവ് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം നമ്മൾ വെള്ളം കൊടുത്തിട്ടും പൂവ് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഒരു പ്രധാന കാരണം പരാഗണം നടക്കാത്തത് കൊണ്ടാണ്. പരാഗണം നടക്കാത്തത് കൊണ്ട് ആയിരിക്കാം അതിൻ്റെ പൂവ് കൊഴിഞ്ഞു പോണത്. അപ്പം നമുക്കിത് കൃത്രിമമായിട്ട് പരാഗണം നടത്തി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഓരോ പൂവും നമുക്ക് കായായി കിട്ടും. നിങ്ങളിപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പം അടുത്തൊരു വീഡിയോ ഞാൻ കണ്ടതാണ്, യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടതാണ്. അപ്പം അതിൻ്റെ ശേഷം ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പം ഇത് നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൂവ് നമുക്ക് വിടർന്ന് വരുന്ന സമയത്ത് ഏകദേശം ഒരു 7:30-8 മണി ഒക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ പൂവ് വിടർന്ന് വരും. അപ്പം നമുക്ക് ഇതിന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. ഈ പൂവ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ തട്ടിക്കൊടുത്താൽ പരാഗണം നടക്കും. വെയിൽ ഉദിച്ച് വരുന്ന സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും പൂമ്പൊടി പാറുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്ത ഇതൊക്കെ തക്കാളിയൊക്കെ കായായി മാറും. ഇതൊക്കെ എനിക്ക് അറിയണതിൻ്റെ മുന്നേ ഉണ്ടായ തക്കാളി തൈയാണ്. ഈ തക്കാളി തൈ ഇത് കണ്ടാൽ തന്നെ അറിയാം, ഓരോന്നൊക്കെ ആയിട്ടാണ് ഇത് പിടിച്ചിട്ടുള്ളത്. ഇത് ഈ തക്കാളി തൈ നശിക്കാനായി കുറേയൊക്കെ പൊട്ടിച്ച് അതിന് ശേഷമാണ് ഇപ്പം എനിക്ക് ഈ ഒരു ട്രിക്ക് മനസ്സിലായത്, ഞാൻ ഈ വീഡിയോ കണ്ടത്. അപ്പം ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പം ഈ പിന്നീട് ഉണ്ടാവണ പൂക്കൾ മുഴുവനും കായായി മാറിയിട്ടുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ തട്ടി നോക്കിയിട്ട് ചെയ്തതാണ്. അതൊക്കെ പിന്നീട് നന്നായി ഉണ്ടായ പൂവൊക്കെ കായായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുന്നത് എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. നന്നായി പിടിച്ചിട്ടുണ്ട്. മറ്റേത് എത്ര നമ്മൾ വെച്ച് കഴിഞ്ഞാലും കുറേ പൂ കൊഴിഞ്ഞു പോയതിൻ്റെ ശേഷം മാത്രമേ കായായി കിട്ടുന്നുള്ളൂ. പക്ഷെ ഇതൊക്കെ ഫസ്റ്റ് പൂവ് തന്നെ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് കായായി കിട്ടുന്നുണ്ട്. ഇതൊക്കെ നോക്കൂ, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളി ആണ് ഞാൻ മുളപ്പിച്ചെടുത്തിട്ടുള്ളത്. മുളപ്പിച്ചെടുത്തതല്ല, ഇത് നമ്മൾ ജൈവസ്ലറി ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് തയ്യ് താനെ മുളച്ച് വരുന്നതാണ്. അല്ലാതെ ഇത് പ്രത്യേകമായിട്ട് മുളപ്പിച്ചെടുത്തതൊന്നല്ല. അപ്പം ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.